ഐതിഹ്യപ്രകാരം തന്നെ ആശ്രിതവത്സലനും ആപൽ ബാന്ധവനുമാണ് അയ്യപ്പൻ. സജ്ജനങ്ങൾക്ക് അനുഗ്രഹം നൽകും. എന്നാൽ കാട്ടുകള്ളന്മാർ അവരുടെ സ്വാധീനം എത്ര ഉപയോഗിച്ചാലും, ഇനി എത്ര പഴുതുകൾ അടച്ച് കക്കാൻ നോക്കിയാലും അത് പൊക്കിയിരിക്കും. പറഞ്ഞു വരുന്നത്, ശബരിമല അയ്യപ്പൻ്റെ മുതൽ കട്ട സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിൻ്റെ സന്നിധാനത്തുള്ള പരിശോധന പൂർത്തിയായിരിക്കുന്നു. അവർ മടങ്ങി. ഹൈക്കോടതിയുടെ മേൽനോട്ടം എന്നൊരു സംഭവം ഈ അന്വേഷണത്തിന് പിന്നിലില്ല എങ്കിൽ ഇതെന്നേ മുങ്ങിയേന്. അത് മതത്തിൻ്റെ ഒരു വൈകാരിക പ്രശ്നമാണെന്നും സന്നിധാനത്ത് പോലീസ് പ്രവേശിക്കാൻ പാടില്ല, ജനം ഇളകുമെന്നൊക്കെ പറഞ്ഞ് ഇത് മുടക്കം വരുത്തുമായിരുന്ന ഒരു സംഭവമായിരുന്നു. അതാണിപ്പോൾ 10 മണിക്കൂർ നീണ്ട ഒരു തടസ്സവുമില്ലാത്ത പരിശോധന വളരെ ഭംഗിയായി പൂർത്തിയാക്കിയത്. പരിശോധനയ്ക്കായി വേണ്ടതെല്ലാം അഴിച്ചെടുക്കുകയും ശ്രീകോവിലിൽ നിന്ന് അഴിച്ചെടുത്ത പാളികൾ തിരികെ സ്ഥാപിക്കുകയും ചെയ്തിട്ടാണ് SIT സംഘം മടങ്ങുന്നത്. എല്ലാം ഹൈക്കോടതി വളരെ വിശദമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അയ്യപ്പൻ്റെ മുതലെടുത്ത് പരിശോധിച്ച് തിരികെ വച്ചിട്ട് അന്വേഷണ സംഘം മലയിറങ്ങുന്നതോടെ പ്രധാനപ്പെട്ട കസേരകൾ കുലുങ്ങി തുടങ്ങിയിട്ടുണ്ട്. ശബരിമലയിൽ കുറച്ചുകാലം അയ്യപ്പനേക്കാളും വലിയ രാജാവായി വാണിരുന്ന N വാസു ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുകയാണിപ്പോൾ. ഇനി ഉണ്ട തിന്നാൻ തയ്യാറായി നിൽക്കുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ SITക്ക് മുൻപിൽ ലഭിച്ചു കഴിഞ്ഞു. അതുകൂടാതെ കഴിഞ്ഞ മണിക്കൂറിൽ നടന്ന പരിശോധനാ ഫലം പുറത്തു വരുന്നതോടെ പത്മകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർ തയ്യാറായി നിൽക്കുകയാണ്. ഏറെപ്പോയാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ എത്തി ഈ കേസുകളെല്ലാം അവസാനിപ്പിക്കും, എല്ലാം അവിടെ നിൽക്കുമെന്നാണ് പലരും കരുതിയത്. അത് തന്നെയായിരുന്നു പിണറായിയുടെയും പാർട്ടിയുടെയും നിർദ്ദേശം. അഥവാ അന്വേഷണം വന്നാൽ തന്നെ അതെല്ലാം അട്ടിമറിക്കാമെന്നായിരുന്നു കരുതിയത്. പക്ഷേ എല്ലാം കയ്യിന്നുപോയി. N വാസു അകത്ത് കിടക്കുന്നു, പത്മകുമാർ അകത്തേക്ക് കടക്കുന്നു. അവർ പറയും തങ്ങൾക്ക് മുകളിൽ അല്ലെങ്കിൽ ഒപ്പം ആരാണുള്ളത് എന്നുള്ള കാര്യം. അത് ഹൈക്കോടതിയെ അറിയിക്കേണ്ടി വരും. അതിനുള്ള എല്ലാ തെളിവുകളും ഈ 10 മണിക്കൂറിലായി നടന്ന സ്വർണ്ണപ്പാളി പരിശോധനയിൽ വ്യക്തമായി കിട്ടിയിട്ടുണ്ട്. കട്ടിളപ്പാളികളും ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണം പൂശിയ പാളികളിൽ നിന്നും സാമ്പിളുകളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു. കാലപ്പഴക്കം പരിശോധിക്കുന്നത് പാളികൾ വ്യാജമാണോ എന്നറിയുന്നതിൽ നിർണായകമാണ്. 1998-99 വ്യവസായിയായ വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ് നൽകിയതും അതിനുശേഷം 20 വർഷങ്ങൾക്ക് ശേഷം 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഈ സ്വർണം മറ്റൊരു രീതിയിൽ പൂശിച്ചതും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുക, അതായിരുന്നു ഈ പരിശോധനയുടെ പ്രധാന ലക്ഷ്യം. അതിലെന്തെങ്കിലും വ്യത്യാസം കാണുന്നതോടുകൂടി 2019 ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം മന്ത്രി, ആ മന്ത്രിയെ നിയന്ത്രിച്ച രാജാവ്, ഈ തുടങ്ങിയവരെല്ലാം കുടുങ്ങാൻ പോവുകയാണ്. കാരണം കുറ്റക്കാർക്കെതിരെ അതിശക്തമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തിരിച്ചു വന്നാൽ മതിയെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളത്. അതുപ്രകാരമാണ് സാമ്പിളെല്ലാം ശേഖരിച്ചത്. എല്ലാം വളരെ വ്യക്തമായി വരുന്നുണ്ട്. പരിശോധനയുടെ ഫലം പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിക്കാൻ പോവുകയാണ്. അതോടെ പിണറായിക്ക് പടിയിറങ്ങാനുള്ള എല്ലാം അതിലുണ്ടാകും എന്നുറപ്പാണ്. കൂടുതലൊന്നും വേണ്ട. പിണറായി ഭരണം അവസാനിപ്പിക്കാൻ ഈ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രം മതി. സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും മേലുദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശമനുസരിച്ച് ഫയലിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് ഈ കവർച്ചാ കേസിൽ പ്രതിയായ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീ നൽകിയ ഹർജിയിലെ പ്രധാന വാദം തന്നെ. അതിനർത്ഥം അറസ്റ്റ് ഭയക്കുന്നതോടെ അല്ലെങ്കിൽ അറസ്റ്റിലാകുന്നതോടെ എല്ലാവരും എല്ലാം തുറന്നു പറയുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഈ പരിശോധനാ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നതോടെ അത് വെച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ എത്ര പ്രമുഖരായാലും തത്ത പറയും പോലെ പറയുകയും മറ്റു പ്രമുഖർ അകത്താകുകയും ചെയ്യുമെന്നാണ് സൂചന ലഭിക്കുന്നത്.